ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെ കാത്ത് ഇനുക്കുട്ടിയും അക്കുവും ഇജാസ്മോനും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇനുക്കുട്ടനെ ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ അടുത്തും പപ്പ അടുത്തോട്ട് ചാടി അങ്ങ് പോയി. എന്നെക്കാട്ടിലും ഇഷ്ടം പപ്പ അടുത്തോട്ട് അങ്ങ് ചാടിപ്പോയി കെട്ടിപ്പിടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി ഇങ്ങനെ വന്ന് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആദ്യമായിട്ട് ഈ മസ്കറ്റൊക്കെ കണ്ടതിൻ്റെയും അവിടുത്തെ റോഡും മലകളും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എങ്ങോട്ട് എടുക്കണം എന്തോ എടുക്കണം എന്നുള്ള ഒരിത്. അതിൻ്റെ കൂടെ കുഞ്ഞിനെ കളിപ്പിക്കലും ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുന്നു. ജുമാടെ സമയമായതുകൊണ്ട് ഞങ്ങൾ നേരെ ഗ്രാൻഡ് മോസ്കിലോട്ടാണ് പോയത്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, എല്ലാം 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേക്കും ടൈം ആയായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലമില്ല. എവിടൊക്കെയോ നോക്കി വണ്ടി കുത്തി തിരികിയിട്ട് ഓടിയാണ് പോയത് നമസ്കരിക്കാനായിട്ട്. എനിക്കിത് കണ്ടിട്ട് ഓടാനും വരുന്നില്ല. ഞാൻ ഈ പള്ളിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമോ. അതേപോലെ അവിടുത്തെ പള്ളിയാണെന്നൊന്നും പറയത്തില്ല, ഒരു താജ്മഹാലിൻ്റെ ഒരു പ്രതീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിങ്ങനെ എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളും വെള്ളവും അങ്ങനെ ഓരോന്നും കണ്ട് ഞാനിങ്ങനെ പതുക്കെ ഇവരെ പുറകിൽ പോവാം. അങ്ങനെ പോയി ഇവർ കയറി എല്ലാവരും നമസ്കരിച്ചു. ഞാനും ഇനിയും കൂടെ കുറേ അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ ഞങ്ങൾ കഴിക്കാനായിട്ടാണ് വന്നത്. അത് മസ്കറ്റിൻ്റെ ഒരു ഷുവ എന്ന് പറയും, ആ ഒരു ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. ഭയങ്കര വെറൈറ്റി, അവിടുത്തെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഫുഡാണ്. അതായത് മട്ടനൊക്കെ ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും. എന്തോ 12 മണിക്കൂർ അവിടെ എന്തോ സോഫ്റ്റ് കുക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. പിന്നെ എരിവൊന്നുമില്ല അവിടുത്തെ ഫുഡിനൊന്നും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അതിലും അടിപൊളി കാഴ്ചകളാണ്. അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബായ്.